ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് ടിപ്പായിട്ടാണ്. നമ്മുടെ വീടുകളിലുള്ള ബാത്ത് ടവലുകൾ അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ തോർത്ത് എന്നൊക്കെ പറയും. നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ആ തോർത്ത് അല്ലെങ്കിൽ ബാത്ത് ടവലൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡ് പോലെ നമ്മൾ തീർച്ചയായിട്ടും കഴുകണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ടവലുകളിൽ നിന്നുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ചീത്ത സ്മെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ട് സഹായിക്കുകയുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് ഈ ടവലുകൾ. അപ്പോൾ അതൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ടും നല്ല ക്ലീനായിട്ടും ഇരിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു ബേസിനോ എന്താണെന്ന് വെച്ച് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നല്ല തിളച്ച് ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ വെട്ടി തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ നോക്കുക. അതുമാത്രമല്ല, നമ്മുടെ തോർത്ത് അല്ലെങ്കിൽ നമ്മുടെ ടവല് എത്ര ടവലുണ്ടോ അത്രയും നമ്മൾ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിക്കണം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി എടുക്കുമ്പോൾ വൈറ്റ് വിനീഗർ എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ ഫ്ലേവർ ആയിട്ടുള്ള, അതായത് ആപ്പിൾ സൈഡർ വിനീഗർ എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അതൊന്നും ഇതുപോലെ വർക്കാവത്തില്ല. വൈറ്റ് വിനീഗർ തന്നെ വേണം. അതൊരു 4 കപ്പോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അത് 1 ടീസ്പൂൺ ചേർക്കാം. നമുക്ക് കാണാം ബേക്കിംഗ് സോഡയും അതുപോലെ ഈ ഒരു വിനാഗിരിയും കൂടെ ചേരുമ്പം ഇച്ചിരി ഒന്ന് പതഞ്ഞൊക്കെ വരും. അതവിടെ ഒരു ആക്ഷൻ നടക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ തോർത്താണെങ്കിലും നമ്മുടെ ടവലൊക്കെ ആണെങ്കിലും നല്ലതുപോലെ വൃത്തിയായി വരത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു ബാത്ത് ടവലാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന വെള്ളം കറക്റ്റല്ല, ഇച്ചിരി കൂടെ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ചൂടുവെള്ളം ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന ആ ഒരു ടവലുകളൊക്കെ മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളം തന്നെ വേണം. പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ടവലാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന ടവലിനനുസരിച്ച് അത് വെള്ളം കുറയ്ക്കൊക്കെ ചെയ്യാം. ഇനി നമ്മൾ ആ ടവലിട്ടതിന് ശേഷം ഇതേപോലത്തെ ഒരു സ്പൂൺ, നല്ലൊരു എന്താ പറയുക, ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ പാത്രങ്ങളൊക്കെ നമ്മൾ ഇളക്കുന്ന കയ്യിൽ, കറികളൊക്കെ ഇളക്കുന്ന കയ്യിൽ. അപ്പോൾ അതൊക്കെ കുറച്ച് ബലമുള്ളതാണ്, അല്ലെങ്കിൽ നല്ലൊരു ബലമുള്ള ഒരു വടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അന്നേരം അതിനകത്തുള്ള അഴുക്ക് പെട്ടെന്ന് തന്നെ ഇളകി പോരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ കളറ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇച്ചിരി ഒന്ന് മാറ്റി നോക്കുകയാണ്. നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇട്ടിട്ട് ഇത്രയും ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല. അത്രയും എന്താ പറയുക, അഴുക്കൊക്കെ ഒന്ന് ഇളകി വരുന്നതാണ് കേട്ടോ. അത് ആ ബേക്കിംഗ് സോഡയുടെ അതുപോലെ വിനാഗിരിയുടെയും ഒരു പ്രത്യേക ഒരു പവറെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇവിടെ മാക്സിമം ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. കാരണം നല്ല ചൂടാണ്, നമുക്കിത് കൈകൊണ്ട് തൊടാൻ പോലും പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും ഞാനിതൊരു 15 മിനിറ്റോളം ഇതൊന്നും ഇവിടെ വെക്കുന്നുണ്ട്. 15 മിനിറ്റ് കഴിയുമ്പോൾ കാണാം. അപ്പോൾ അവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യമൊക്കെ പോയിട്ടുണ്ട്. 15 മിനിറ്റോളം മുക്കി വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇതൊന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ അലക്കുന്നത് പോലെ വാഷിംഗ് മെഷീനിൽ അലക്കിയെടുക്കാം, അല്ലെങ്കിൽ കല്ലുമ്മ അലക്കിയെടുക്കാം. ഇനി അത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാൻ ചെയ്യും. പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുത്ത് നമുക്കിതൊന്ന് അഴയിലിടാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്തായാലും ഇതൊന്ന് വാഷിംഗ് മെഷീനിൽ കഴുകിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് കഴുകി, സാധാരണ കഴുകുന്നത് പോലെ സോപ്പും പൊടി മാത്രം ഇട്ടിട്ടാണ് കഴുകിയത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇച്ചിരി വെള്ളമൊക്കെ ഉള്ളത്. ഇനി നമുക്കിതൊന്ന് അഴയിൽ വിരിച്ചിടാം. പിന്നെ ടവലുകളൊക്കെ എപ്പോഴും നല്ല വെയിലത്ത് തന്നെ ഉണക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിനകത്തുള്ള ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ വെയിലത്ത് അങ്ങ് എന്താ പറയുക, പൂർണ്ണമായിട്ടും തന്നെ ഇല്ലാതാവുമെന്നാണ് പറയുക. സാധാരണ നമ്മൾ ചിലപ്പം ടവലുകളൊക്കെ വീടിൻ്റെ എന്താ പറയുക ഡോറുമ്മയും അങ്ങനെയൊക്കെ ആയിരിക്കും ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. നല്ല വെളിച്ചം ഉണ്ടെങ്കിൽ സൂര്യൻ്റെ വെളിച്ചത്തിൽ തന്നെ ഇതിനെ ഉണക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട്, നല്ലതുപോലെ തന്നെ നീറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടവലിലത്തെ എന്തെങ്കിലും ചീത്ത സ്മെല്ലുണ്ടെങ്കിൽ പോവാനും അതുപോലെ ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാനും മാത്രമല്ല, നമ്മുടെ ടവലിൻ്റെ ആ ഒരു നൂലുകളൊക്കെ നമ്മൾ വേടിക്കുന്ന സമയത്തെ പോലത്തെ തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. അത് നമുക്ക് ആദ്യത്തെ വാഷിൽ തന്നെ അത് അറിയാൻ പറ്റും. നമ്മളൊരു സാധാരണ സോപ്പും പൊടിയിലിട്ട് കഴുകുന്നതിനേക്കാളും ഈ ഒരു ബേക്കിംഗ് സോഡയിലും അതുപോലെ വിനാഗിരിയിലും കൂടെ ചേർത്ത് ഇട്ട് നമ്മൾ കഴുകി മുക്കി വെച്ച് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇതുപോലത്തെ ആ ഒരു നൂലുകളൊക്കെ വളരെ സോഫ്റ്റായിട്ട് വരാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ആഴ്ച
ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മിനിമം ഇതുപോലെ കഴുകുക. 2 തവണ കഴുകുന്ന അത്രയും നല്ലത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇനി തോർത്തുകളിലൊക്കെ ഉള്ള ബാക്ടീരിയാസ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അതൊക്കെ ഒത്തിരി ആരോഗ്യം അതുപോലെ അസുഖങ്ങൾ പരത്തുന്നതിനൊക്കെ ഒത്തിരി എന്താ പറയുക കുറവ് വരും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.